ഹായ് ഓൾ, വെൽക്കം ടു ബുക്ക് ഔൾസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാക്ക് ഡേവിസിൻ്റെ ഒരു പോമാണ് അബൊറിജിനൽ ഓസ്ട്രേലിയ. എന്താണ് അബൊറിജിനൽ ഓസ്ട്രേലിയ? ഇതൊരു 1977 പോമാണ്. ഓൾസോ ഈ പോം ഉള്ള കളക്ഷൻ നമുക്കൊന്ന് ഓർത്ത് വെക്കണം, കാരണം ചിലപ്പോൾ വൺ വേർഡിനെങ്ങാനും ചോദിച്ചാലോ. ആ ഉള്ള പോയറ്റിക് കളക്ഷൻ്റെ പേരാണ് ജഗാദു പോംസ് ഫ്രം അബൊറിജിനൽ ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെൻ്റ് ഉണ്ടല്ലോ, അവിടെ ആദ്യം അവരുടേതായ തദ്ദേശവാസികളായിരുന്നു ജീവിച്ചിരുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അമേരിക്കൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അവിടുത്തെ യഥാർത്ഥ ഇൻഡിജീനിയസ് അമേരിക്കൻ പീപ്പിൾ എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ആയിരുന്നു. ഈ കൊളംബസ് ഇന്ത്യ എന്ന് കരുതിയിട്ട് അവർ ആദ്യം ചെല്ലുന്നത് അമേരിക്കയിലാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് അവർ നെയിം ചെയ്യുന്നത് എന്തെന്നാണ്, റെഡ് ഇന്ത്യൻസ് എന്നായിരുന്നു. അങ്ങനെയാണ് റെഡ് ഇന്ത്യൻസ് എന്ന പേര് പറയുന്നത്. അപ്പോൾ അവരാണ് അവിടുത്തെ ഒറിജിനൽ ഇൻഡിജീനിയസ് പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു രാജ്യം കണ്ടുപിടിച്ചല്ലോ, അതിനുശേഷം ബ്രിട്ടനിൽ നിന്നും ഈ പിരിറ്റൻ പീപ്പിൾ, നമ്മൾ പിൽഗ്രിം ഫാദേഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ പിൽഗ്രിം ഫാദേഴ്സ് എവിടേക്ക് വരുന്നുണ്ട്, അമേരിക്കയിലേക്ക് വന്ന് അവിടെ സ്ഥിരതാമസമാക്കി പിന്നീട് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. അപ്പം ഈ ബ്രിട്ടീഷ് പീപ്പിൾ ആണ് അമേരിക്കയിലേക്ക് വന്ന് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. അപ്പോഴും അവിടെ ഇൻഡിജീനിയസ് പീപ്പിൾ ഉണ്ട്. ആരാണ് ഇൻഡിജീനിയസ് പീപ്പിൾ? റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അതേ അവസ്ഥയാണ് ഓസ്ട്രേലിയയിലും സംഭവിക്കുന്നത്. അവിടെ ഓൾറെഡി ഇൻഡിജീനിയസ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊളോണൈസേഴ്സ് വരുമ്പോൾ നമുക്ക് അറിയാം, കൊളോണൈസേഷൻ എന്താണെന്ന് അറിയാം. നമ്മൾ ഒരുപാട് വർഷം അവരുടെ കീഴിലായിരുന്നല്ലേ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ കൾച്ചർ, അവരുടെ ആർട്ട്, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അവരെ സപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടീവാണ് നമുക്ക് ഈ ഒരു പോമിലൂടെ കാണാൻ പറ്റുന്നത്. ഈ പോം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടസ്റ്റ് ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ത്രൂ ദ പോം ഡേവിസ് വാണ്ട്സ് ടു ബ്രിങ് ടു ദ ഫ്രണ്ട് ദ സഫറിംഗ് ഓഫ് ഹിസ് കമ്മ്യൂണിറ്റി ആൻഡ് ദ വില്ലൻ ഓഫ് ദ കൊളോണിയേഴ്സ്. അതായത് ഈ കൊളോണൈസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു വില്ലൻ നേച്ചറിനെ ആണ് മുന്നോട്ട് വെച്ച് തരുന്നത്. ഓൾസോ ആ രാജ്യത്തിൻ്റെ സഫറിംഗ് ആണ്. അപ്പോൾ ഈ കൊളോണൈസേഴ്സ് വന്നിട്ട് ഞാൻ നിങ്ങളുടെ രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി വരികയാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ്റെ കാര്യമാണെങ്കിലും അവർ പറഞ്ഞത് എന്താണ്, അവരുടെ എന്തോ ഒരു വലിയ ബോർഡൻ പോലെയാണ് ഇന്ത്യ നന്നാക്കുക എന്ന് പറയുന്നത്. അത്രയ്ക്ക് നശിച്ചു കിടന്നൊരു രാജ്യമായിരുന്നു ഇന്ത്യ. അതായിരുന്നു അവരുടെ ഒപ്പീനിയൻ അല്ലേ. പക്ഷേ അതുപോലെ തന്നെയാണ് അവരും ഈ ഓസ്ട്രേലിയയിലും പോയി സംസാരിച്ചത്, നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ കിടന്ന് അവരനുഭവിച്ചത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു അനുഭവം നമുക്ക് ഈ ഒരു പോമിലൂടെ ഇദ്ദേഹം കാണിച്ചു വരുന്നുണ്ട്. ഇത് 3 സ്റ്റാൻസയുള്ള 33 ലൈൻസ് ഉള്ളൊരു പോമാണ്. പ്രധാനമായിട്ടും ഓസ്ട്രേലിയയിൽ ട്രൈബ് ആയിരുന്നു ഉള്ളത്, അപ്പോൾ ട്രൈബ്സ്. അപ്പോൾ ഇദ്ദേഹവും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലാണ്, ഇൻഡിജീനിയസ് പീപ്പിൾ ആണ്, ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. നൂഗാർ ട്രൈബ്, NOONGAR, നൂഗാർ ട്രൈബിലാണ് ഇദ്ദേഹം ബിലോങ് ചെയ്യുന്നത്. ഓക്കെയാണ്. The poem is filled with reference to real-life events that took place. It talks about the massacres, genocides and violence incurred upon the Aboriginal community of Australia. അതായത് അവർക്ക് ഈ കൊളോണൈസേഴ്സിൻ്റെ കയ്യിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന മസാക്കേഴ്സ്, ജിനോസൈഡ്സ്, വയലൻസിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മെമ്മറി ആൻഡ് ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഫസ്റ്റ് പേഴ്സൺ നാറേറ്റീവ്. ആക്ച്വലി ഞാൻ നോട്ട്സ് നോക്കിയപ്പോൾ കണ്ടത്, ഈ പോം എന്ന് വെച്ചാൽ 8 ക്വാട്രൻസ് ഉണ്ട്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വീതമുള്ള 8 ക്വാട്രൻസ് ഉണ്ടെന്നാണ് കണ്ടത് കേട്ടോ. അത് ഫസ്റ്റ് പേഴ്സൺ നാരറ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. To the others, you once smiled a friendly smile, said we were kin to one another. Thus, with guile for a short while, became to me a brother. അതായത് അദ്ദേഹം ഈ പോം തുടങ്ങുന്നത് ടു ദ അതേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മൾ ലെറ്ററൊക്കെ എഴുതിയില്ലേ, ടു ദ അതേഴ്സ്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഈ അതേഴ്സിനോടാണ് സംസാരിക്കുന്നത്. അവരാദ്യം ഇവരുടെ അടുത്ത് വന്നിട്ട് ഒരു ഫ്രണ്ട്ലി സ്മൈൽ ചെയ്തു. അപ്പോൾ ഈ പാവങ്ങൾ എന്ത് ചെയ്തു, അത് അറിയാതെ വിശ്വസിച്ചു എന്ന് പറയാണ്. ഓക്കെ, എന്നിട്ട് അവർ പറയാണ് ദ അതേഴ്സ് സെഡ് ദാറ്റ് ദേ വേർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അതായത് നമ്മൾ തമ്മിൽ ബന്ധം ഉണ്ട്, നമ്മൾ തമ്മിൽ റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കേട്ട് അവരെ പറഞ്ഞ് വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യാണ്, അവരെ ഈ അതേഴ്സിനെ നമ്മൾ ഈ കമ്മ്യൂണിറ്റി, ഈ ഓസ്ട്രേലിയൻസ് ഒരു എന്തിനെ പോലെ കണ്ടു, ബ്രദേഴ്സിനെ പോലെ കണ്ടു എന്ന് പറയുന്നു. ആൻഡ് ദേ ഓൾ ലിവ്ഡ് ലൈക്ക് റിലേറ്റീവ്സ് ആൻഡ് കൈൻഡ്. എല്ലാവരും പരസ്പരം റിലേറ്റീവ്സ് ആയിട്ടും കൈൻഡ് ആയിട്ടും ഒക്കെ ജീവിച്ചു. കുറേ നാൾ അവരങ്ങനെ ഭയങ്കര കൂളായിട്ട് പോയി. നമുക്കിനി അടുത്ത സ്റ്റാൻസ് നോക്കാം. Then you swarmed my way of gladness, took my children from my side, snapped shut the law book, or my sadness at Irakalas play denied. അതായത് ഇവിടെ പറയുന്നു,
ഈ സ്വാം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ചവിട്ടി താഴ്ത്തുക, ചതുപ്പ് നിലം, അതാണ്. അപ്പോൾ ഇവരുടെ ഗ്ലാഡ്നെസ്, അവരുടെ സന്തോഷം എന്ത് ചെയ്തു? ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നുണ്ട്. ഇനി ഇവരുടെ കുട്ടികളെ ഇവരുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയി എന്ന് പറയുന്നു. ഇപ്പോൾ മൈനിങ് പേർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാൻ, എന്താ ചൈൽഡ് ലേബർ തന്നെയാണ്, അതിന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളെ കൊണ്ടുപോയി. ദ കൊളോണൈസേഴ്സ് ഓൾസോ ക്രിയേറ്റഡ് ലോസ് ആൻഡ് സെപ്പറേറ്റ് ദ ചിൽഡ്രൻ ഫ്രം ദെയർ ഫാമിലീസ്. ഓക്കെ, അതിവിടെ പറയാണ്. അതിനുശേഷം ഈ നീതി ബുക്ക്, അതായത് നീതിപീഠം കണ്ണടച്ചു എന്ന് പറയാണ്. ആ ഒരു കൊളോണൈസേഴ്സ് സ്വന്തമായിട്ട് ഇവിടെ കുറച്ച് ലോസ് ഇംപ്ലിമെന്റ് ചെയ്തു. ഇവരുടെ പഴയ നീതിയും അതൊന്നും ഇവിടെ വർക്ക് ആവുന്നില്ല, ആപ്ലിക്കബിൾ ആവുന്നില്ല. അവർ പുതിയ നീതി ഉണ്ടാക്കി. ഇവിടെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്. 1960-63 ടൈമിൽ നടന്ന ഒരു സമയമാണ് ഇത്. നമുക്ക് ബാർക്ക് പെറ്റീഷനേഴ്സ് എന്ന് പറയാൻ പറ്റും. In 1963, the colonizers took land from the Yolngu tribe. ഓക്കെ, ഈ യോളങ്കു ട്രൈബിൻ്റെ കയ്യിൽ നിന്നും ലാൻഡ് കൊളോണൈസേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഈ പെറ്റീഷൻ്റെ പേരാണ് ബാർക്ക് പെറ്റീഷൻ എന്ന് പറയുന്നത്. ദ യോളങ്കു പീപ്പിൾ ഫയൽ ദ ഇറാക്കാല ബാർക്ക്, ഇതാണ് നമുക്കിവിടെ ഒരു ഇറാക്കാല എന്ന് പറയുന്നുണ്ട്. ഇറാക്കാല ബാർക്ക് പെറ്റീഷൻ, ബട്ട് ഇറ്റ് വാസ് ഡിനൈഡ് ഇൻ കോർട്ട്. So the point says that the colonizers created their own laws and then referred to them to deny the rights of the people. അതായത് കൊളോണൈസേഴ്സ് സ്വന്തമായിട്ട് എന്തായത് അവരുടേതായ ലോസ് ഉണ്ടാക്കി, എന്നിട്ട് ആ ലോസ് ഉപയോഗിച്ച് ഈ ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടി യൂസ് ചെയ്തു. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സെൻസ് നോക്കാം. സോ ഐ റിമെമ്പർ ലേക്ക് ജോർജ് ഹിൽസ്, ദ തിൻ സ്റ്റിക്ക് ബോൺസ് ഓഫ് പീപ്പിൾ, സഡൻ ഡെത്ത് ആൻഡ് ഗ്രീഡ് ദാറ്റ് കിൽസ്, ദാറ്റ് ഗേവ് യു ചർച്ച് ആൻഡ് സ്റ്റീപ്പിൾ. ഇവിടെ നമ്മുടെ പോയറ്റ് ലേക്ക് ജോർജ് ഹിൽസിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ഓർത്തെടുക്കുകയാണ്. ഈ ഒരു കൊളണൈസേഴ്സിൻ്റെ ഗ്രീഡിനും ആ ഗ്രീഡിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഡിജീനിയസ് ഓസ്ട്രേലിയൻസിനെ അവർ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ഈ ലേക്ക് ജോർജ് ഹിൽസിൽ എന്താ കണ്ടേ? കുറേ സ്റ്റിക്ക് ബോൺസ് ഓഫ് പീപ്പിളാണ്, ആൾക്കാരുടെ കുറേ ബോൺസ് ആണ് കണ്ടത്. തിൻ. അപ്പം തിൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബോൺ തിൻ ആണെന്നുപരി ആൾക്കാർ തന്നെ എല്ലാം തോലും ആയിപ്പോയി. ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമുക്കവിടെ കാണാൻ പറ്റും കേട്ടോ. ഇംപ്ലിമെൻറ്റേഷൻ അല്ല, ആ ഒരു മീനിങ് നമുക്കവിടെ കാണാൻ പറ്റും, ഇംപ്ലിസിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഈ ഗ്രീഡ് കാരണം ഞങ്ങളെല്ലാവരും നിങ്ങൾ കൊന്നൊടുക്കി. എന്തിനാണ് കൊന്നൊടുക്കിയത്? നിങ്ങൾക്ക് ചോർച്ചസും സ്റ്റീപ്പിൾസ്, അതായത് മണിമാളികയും ഒക്കെ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെയും പറയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്, അത് ഓർത്ത് വെക്കണം. നമ്മൾ പോം എഴുതുമ്പോൾ കൂടെ എഴുതാൻ പറ്റും. 1820s ഒരു ജീനോസൈഡ് നടക്കുന്നുണ്ട് ഈ ലേക്ക് ജോർജ് ഹിൽസിൽ. അവിടെ വെച്ച് ഒരുപാട് ഇൻഡിജീനിയസ് പീപ്പിളിനെ ഈ ഗവൺമെന്റ് അതോറിറ്റീസ് കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, എന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് കണക്ക് കുറേ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന പോലെയായിരുന്നു അവരുടെ ബോൺസ് എന്ന് പറയുന്നത്. ദീസ് ബോൺസ് ഓഫ് ഡെഡ് പീപ്പിൾ ആർ ബറീഡ് ഇൻ ടു ദ സോയിൽ. ദ പോയിറ്റ് സേസ് ദാറ്റ് ഇറ്റ് വാസ് ഡൺ ബിക്കോസ് ഓഫ് ദ അൺഎൻഡിങ് ഗ്രീഡ് ഓഫ് ദ കൊളോണൈസേഴ്സ്. This stanza talks about how the European colonizers killed the religion and culture of the indigenous people and built their own religious institution. അതായത് ചോർച്ച് കെട്ടി എന്ന് പറയുമ്പോൾ ഈ ഉള്ള ഇൻഡിജീനിയസ് പീപ്പിളിന് ഓൾറെഡി അവിടെ ചോർച്ചും അല്ലെങ്കിൽ അവരുടേതായ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തകർത്തിട്ടാണ് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രിട്ടീഷേഴ്സ് അല്ല, കൊളോണൈസേഴ്സ് അവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നു. ഇപ്പം നമ്മുടെ രാജ്യത്താണെങ്കിലും അവർ വന്നിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻക്വിസിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർബന്ധിതമായിട്ടുള്ള മതം മാറ്റലൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ രാജ്യത്തും ചെയ്തു. അവിടെയും പുതിയ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു, പുതിയ ആശയങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അടുത്ത സെൻസ് നോക്കാം. I cry again for Warara man, gone from kith and kind. I wondered when I would find a pen to probe your freckled mind. അതായത് ഇവിടെ മറ്റൊരു കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് വറാറാമൻ എന്ന് പറഞ്ഞാൽ അവരും ഒരു പ്രത്യേക ട്രൈബൽ ഗ്രൂപ്പായിരുന്നു. അവരുടെ ലാൻഡും അവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയും എല്ലാം ബ്രിട്ടീഷേഴ്സ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ വറാറാമൻ അതിനെതിരെ നിന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഭയങ്കര പാതറ്റിക് ആയിരുന്നു അവിടെ ഫേറ്റ് എന്ന് വെച്ചാൽ. ഭയങ്കരമായിട്ട് മസാക്കർ ചെയ്തു, കൂട്ടക്കൊലയാണ് ചെയ്തത്. ദ മെൻ വെയർ കിൽഡ് റൂത്ത്ലെസ്ലി ബൈ ദ കൊളോണൈസേഴ്സ് ഫോർ ദിസ്. ഹെൻസ് ദ പോയിറ്റ് സേസ് ദാറ്റ് ഹി സോഴ്സ് ഫോർ ദ വറാറ ലീവ്സ് ലോസ്റ്റ് ഓൾ ബിക്കോസ് ദേ ട്രൈ ടു ഡിഫെൻഡ് ദെയർ ലാൻഡ്സ്. അതായത് ഇദ്ദേഹത്തിനൊരു പെൻ കിട്ടുവാണെങ്കിൽ ഈ ഉണ്ടായ ഇൻസിഡന്റിനെ പറ്റി അദ്ദേഹം ഭയങ്കരമായിട്ട് എഴുതും. സ്വന്തം ലാൻഡിനും കമ്മ്യൂണിറ്റിക്കും വേണ്ടി മരിച്ചുപോയ വറാറ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും നിങ്ങളുടെ ഫ്രക്കിൾഡ് മൈൻഡിനെ പറ്റിയിട്ടും ഒക്കെ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം പറയാണ്. നമ്മുടെ പോയറ്റിന് തന്നെ അറിയണം എന്തുകൊണ്ടാണ് കൊളോണൈസേഴ്സ് ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ ഞങ്ങളോട് ചെയ്തത്. അദ്ദേഹത്തിന് അറിയണം എന്നുണ്ട് എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ. അവരുടെ ആ ഒരു മൈൻഡിനെ ഫ്രക്കിൾഡ് മൈൻഡ് എന്നാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റാൻഡ് നോക്കാം. I mourned again for the Malay tribe, gone too without a trace. I thought of the soldiers' diatribe, the smile on the governor's face. ഓക്കെ, ഇവിടെയും മറ്റൊരു ട്രൈബിനെ പറ്റി പറയുന്നുണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി. തൊട്ട് മുന്നേ നമ്മൾ എന്താണ് അന്ത്യം വന്നുപോയ
വൊറാറ കമ്മ്യൂണിറ്റിയെ പറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ മുറേ ട്രൈബിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെയും ഇതുപോലെ മുറേ ട്രൈബിനുണ്ടായ മെസാക്കറിനെ പറ്റി പറയാണ്. അവരെ ഈവൻ ഒരു റീസൺ പോലും ഇല്ലാതെ കൊന്നു കളഞ്ഞു. ഇപ്പോൾ അവരുടെ ട്രേസ് പോലും ഇല്ല. അവരെ ആ കമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പോലും ഇപ്പോൾ അതിനകത്ത് ഒരാൾ പോലും ജീവനോടെ ഇല്ല എന്ന് പറയാണ്. ഓക്കെ, ദേ വെയർ റിമൂവ് ഫ്രം ദ നറേറ്റീവ് വിതൗട്ട് ലീവിങ് എനി ട്രേസ് ഓഫ് ദം. അതായത് അവരിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു ചെറിയ ഒരു ട്രേസ് പോലും ഇല്ലാതെ അവരെ കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. ഓക്കെ, അതുപോലെ തന്നെ the speaker thinks about the hate the soldiers would have had against the tribe and the cruel way the governor must have smiled when watching the event unfold. അതായത് ആ ഒരു സോൾജിയേഴ്സിനെ ഇതേ ഓർക്കുകയാണ്. ആ സോൾജിയേഴ്സിന് എന്തുമാത്രം ഹേറ്റ് ആയിരിക്കാം ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ആൾക്കാരെയൊക്കെ നിഷ്കരണം കൊന്നപ്പോൾ ആ ഗവർണർ, അതായത് ഗവർണർ ജനറൽ ആയിരിക്കുമല്ലോ ഓരോ സ്ഥലവും ഭരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ആ ഒരു ക്രുവൽ സ്മൈലിനെയും ജാക്ക് ഡേവിസ് ഇവിടെ ഓർക്കുന്നു. 1830 സമയത്ത് മൗണ്ട് ഡിസ്പോസൽ മെസാക്കർ എന്നൊരു മെസാക്കർ ഉണ്ടായിരുന്നു. ആ മെസാക്കറിലൂടെ നമ്മുടെ മുറേ ട്രൈബിനെ കൊല്ലുന്നത് കേട്ടോ. അതാണ് നമുക്കിവിടെ മെൻഷനിങ് ആയിട്ട് പറയുന്ന ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത സ്റ്റാൻസയാണ്: യു മർഡേർഡ് മീ വിത്ത് എ റോപ്പ് വിത്ത് ഗൺ ദ മസാക്കർ ഓഫ് മൈ എൻക്ലേവ് യു ബറീഡ് മീ ഡീപ്പ് ഓൺ മക് ലൗട്ടീസ് റൺ ഫ്ലങ് ഇൻ ടു എ കോമൺ ഗ്രേവ്. അതായത് ഒരുപാട് വേസിൽ റോപ്പ്, ഗണ്ണ്, അങ്ങനെ പറ്റാവുന്ന വേസിലൊക്കെ ഇദ്ദേഹത്തിന്റെ ജനതയെയും ഈവൻ ഇദ്ദേഹത്തിന്റെ എൻക്ലേവ്, അതായത് ഇദ്ദേഹത്തിന്റെ മദർ ലാൻഡിനെയും നിങ്ങൾ കൊന്നു. അതുപോലെ തന്നെ ഇവരെ ബറി ചെയ്ത് എവിടെയാണ്? കുറെ ആൾക്കാരെ കൊന്നല്ലോ, അപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു? ബറി ചെയ്തു എന്ന് പറയണം. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനാണെങ്കിൽ ഇവിടെ ഈ എൻറ്റയർ ഓസ്ട്രേലിയയിൽ ഈ ഒരു മസാക്കേഴ്സ് നടന്നിരുന്നു എന്ന് പറയാണ്. ദ സ്പീക്കർ വാസ് ബറീഡ് ഡീപ്പ് അണ്ടർ ദ ഗ്രൗണ്ട് അലോങ് വിത്ത് ഹിസ് ബ്രദർ. The speaker was buried in a common grave. This shows how the indigenous people were not treated with basic dignity and respect even after death. അതായത് മരണശേഷവും അവർക്ക് പ്രോപ്പറായിട്ട് ഒരു പ്ലേസ് പോലും കൊടുത്തില്ല റെസ്റ്റ് ചെയ്യാൻ. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കോമൺ സ്ഥലത്ത് കൊണ്ടുവന്ന് അങ്ങ് ബറി ചെയ്തിട്ടു, അത്രേ ഉള്ളൂ. മരണത്തിനെ പോലും അവർ റെസ്പെക്ട് ചെയ്തില്ല എന്ന് പറയാണ്. ഓക്കെ, അവർക്കൊരു പ്രോപ്പർ ബറിയൽ കിട്ടിയില്ല എന്ന് പറയുന്നു. ഇറ്റ് ഓൾസോ ഹൈലൈറ്റ്സ് ദ ലെവൽ ഓഫ് കില്ലിംഗ് ദാറ്റ് ടുക്ക് പ്ലേസ്. ഓൾസോ നമുക്ക് പറയാം, ഇപ്പോൾ 1, 2, 10, 15 പേരെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ബറിയൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ മരിച്ചത് കൊണ്ടാണ് പ്രോപ്പർ ബറിയൽ കിട്ടാതെ പോയത്. അത്രത്തോളം വലിയ ഒരു മെസാക്കറാണ്, ജീനോസൈഡാണ് അവിടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നമ്മൾ സ്റ്റാൻസർ 7. യു പ്രോബ്ഡ് മീ വിത്ത് Christ, red tape, tobacco, grog and fears, then disease and lonely rape through the British years. അതായത് ഈ മീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹോൾ കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മുടെ പോയിട്ട് നിൽക്കുന്നത്. ആ ഓസ്ട്രേലിയയുടെ കാര്യം തന്നെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവരുടെ ഫെയ്ത്തിനെ ജീസസ് ക്രൈസ്റ്റിന്റെ ആ ഒരു ഫെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്തില്ലേ, അതുപോലെ അദ്ദേഹത്തിന്റെ റെഡ് ടേപ്പ് വെച്ച് ടേപ്പ് ചെയ്തില്ലേ, അതുപോലെയാണ് അവരെയും അവരുടെ മൗത്തും ഷട്ട് ചെയ്തത്, ജീസസ് ക്രൈസ്റ്റിനെ പോലെ പ്രോപ്പ് ചെയ്തെന്ന് പറയാണ്. ദ അബോറിജിനൽ പീപ്പിൾ വെയർ എക്സ്പോസ്ഡ് ടു ടൊബാക്കോ ആൻഡ് ഗ്രോഗ്. ഈ ബ്രിട്ടീഷേഴ്സിന്റെ അല്ലെങ്കിൽ ഈ അമേരിക്കൻ, അവരും കോളനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിൻ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ആ രാജ്യം അവരെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നേരെ ടൊബാക്കോ, ഗ്രോഗ് അല്ലെങ്കിൽ ആൾക്കാരുടെ ബ്രെയിനിനെ അവരങ്ങ് നശിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ ചൈനീസിലാണെങ്കിൽ ഒപ്പിയം വാസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓപ്പിയം വാസ് ഈ 1852-56 ടൈമിൽ നടന്നൊരു സംഭവമാണ്. അതായത് ചൈന ഒരു തരത്തിലും അടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവരവിടെ ഒപ്പിയം, മയക്കുമരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടെ അവിടുത്തെ യങ്സ്റ്റേഴ്സ് ആകെ അവിടെ കൈവിട്ട് പോയി. അങ്ങനെ ഇവിടെയും വന്നിട്ട് അബോറിജിനൽ ഓസ്ട്രേലിയൻ പീപ്പിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ടൊബാക്കോ, ഗ്രോഗ് പോലെയുള്ള സാധനങ്ങൾ ഇൻജെക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ പിന്നീട് ഡിസീസ് ഉണ്ടായി. ഡിസീസ് ഉണ്ടായി എന്ന് പറയുന്നു. അവർ തന്നെ കുറേ ഡിസീസ് കൊണ്ടുവന്നു. കടൽ മാർഗമാണെങ്കിൽ നമുക്കറിയാം കുറേ ഡിസീസ് ഇവർ തന്നെ കൊണ്ടുവന്നു. പിന്നെ റേപ്പ്. അപ്പം ഇവിടെ നമുക്ക് വിമന്റെ അവസ്ഥ, എല്ലാ കാലത്തും വിമൻ എപ്പോഴും സബോൾട്ടൻ തന്നെയാണ് അല്ലേ. അപ്പം അവരുടെ അവസ്ഥ എന്തായിരുന്നു? റേപ്പ് ആയിരുന്നു. ഇതെല്ലാം അവർ അനുഭവിക്കുന്നുണ്ട്. ഓൾസോ റേപ്പും ഈ വിമൻ അനുഭവിച്ചിരുന്നു എന്ന് പറയുകയാണ്. ഈ ബ്രൂട്ടിഷ് ഇയേഴ്സ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഇയേഴ്സ് എന്ന് പറയുന്ന പോലെ ബ്രൂട്ടിഷ് ഇയേഴ്സ് എന്ന് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഇവിടെ അവരുടെ മൗത്ത് റെഡ് ടേപ്പ് വെച്ച് ഷട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് നീതി ആയിരിക്കാം, ലോസ് ആയിരിക്കാം. ഇവർ വന്ന് കുറേ ലോസ് ആൻഡ് ഓർഡർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ജാലിയൻ വാലാബാഗ് മസാക്കേഴ്സ് എന്നൊക്കെ അറിയാലോ. അതായത് അവർ കൊണ്ടുവന്ന ആ ഒരു ലോക്കെതിരെയാണ് ഇവർ എന്തിനു പോയത്? പ്രൊട്ടസ്റ്റിന് പോയത്. അതുപോലെ ഈ ഓസ്ട്രേലിയയിലും വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലത്തെ കുറേ ലോസ് അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരുടെ മൗത്ത് ഷട്ടായി പോയി എന്ന് പറയാണ്. അതുപോലെ അവിടുത്തെ ജനതയെ മൊത്തവും ഇതുപോലെ ടൊബാക്കോ ഒക്കെ കൊടുത്തിട്ട് അഡിക്റ്റ് ആയി എന്ന് പറയുന്നു. പിന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. ഇത് ഒരുപാട് വർഷം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോയി എന്ന് പറയാണ്. ഇനി നമുക്ക് നമ്മുടെ
എട്ടാമത്തെ സ്റ്റാൻസ് നോക്കാം. നമ്മുടെ ഫൈനൽ സ്റ്റാൻസയാണ്. നൗ യു പ്രൈമലി സേ യു വേ ജസ്റ്റിഫൈഡ് and sing of a nation's glory, but I think of a people crucified. The real Australian history. The real Australian story. അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എംപയർ, നിങ്ങളിപ്പോൾ ഭയങ്കര പ്രൗഡാണ്, നിങ്ങളിപ്പോൾ ജസ്റ്റിഫൈ ചെയ്തു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഒരു സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായി മാറിയത്, നിങ്ങളുടെ രാജ്യത്തിന് ഇത്രയും പ്രൗഡും ഗ്ലോറിയും ഒക്കെ കിട്ടിയത്. പക്ഷേ നമ്മുടെ സ്പീക്കർക്ക് അറിയാം നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന എക്സ്പ്ലനേഷൻ ഒക്കെ വെറും പൊട്ടയാണ്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ നേഷനെ ഇങ്ങനെ ഒന്നും ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാരുടെ ക്രൂസിഫിക്കേഷൻ നടന്നു, നിങ്ങൾ ഒരുപാട് പേരെ കൊന്നു, അവരുടെയാണ് ഈ റിയൽ സ്റ്റോറി എന്ന് പറയുന്നത്. ഇതെല്ലാം തെറ്റാണ്. ഹി ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ദി സഫറിംഗ് ഓഫ് ഹിസ് പീപ്പിൾ ആൻഡ് സേസ് ദാറ്റ് ദിസ് ഈസ് ദ റിയൽ സ്റ്റോറി ഓഫ് ഓസ്ട്രേലിയ. ഇന്ത്യയിലാണെങ്കിൽ അവർ വന്നിട്ട് എന്താ പറഞ്ഞത്, അവരുടെ ഒരു അവകാശമാണ് നമ്മളെ രക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താ ദൈവം കൊടുത്തൊരു സംഭവമാണ് നമ്മളെ രക്ഷിക്കുക, നമ്മുടെ ബോർഡറൊന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മൾ നന്നാക്കുക എന്നൊക്കെ പറയുന്നത് അല്ലേ, നമ്മുടെ സിവിലൈസ്ഡ് പീപ്പിൾ ആക്കുക എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇവിടെയും ഇതുപോലെയാണ് സംഭവിച്ചത്. അവർ ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ ഒരു സച്ചയർ കമന്റാ കാണാൻ പറ്റുന്നത്. He says that the colonizers justify their actions and believe that what they did was right. They feel proud of their country and sing praises of it. But in reality, the nation was built on the exploitation of the resources of the colonies and the murder of the indigenous communities. അപ്പം ഈ നേഷൻസിന്റെ ഗ്ലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ആൾക്കാരെ കൊന്ന് കൊള്ളയടിച്ച് ഉണ്ടാക്കിയ ഒരു ഗ്ലോറിയാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഇവർ കൊടുത്ത എക്സ്പ്ലനേഷനും എക്സ്ക്യൂസസും ഒക്കെ ഇദ്ദേഹം റിജക്റ്റ് ചെയ്യാണ്. ഒരുപാട് ആൾക്കാരെ കൊന്നു. The poet declares that the story of the Aboriginals is the real story of Australia. നിങ്ങൾ പറയുന്ന സ്റ്റോറി അല്ല, അബോറിജിനൽ പീപ്പിളിന്റെ സ്റ്റോറിയാണ് ഈ ഓസ്ട്രേലിയയുടെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ അവസാനിക്കുന്നത്. നമുക്ക് ഒത്തിരി 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 തീംസ് എഴുതാൻ പറ്റും. മെയിൻ തീം എന്ന് വെച്ചാൽ കൊളോണൈസേഷൻ ആണ്. ആവശ്യം പോലെ നമുക്ക് കണ്ടന്റ് ഉണ്ട്, ആവശ്യം പോലെ എഴുതി വെക്കാൻ പറ്റും. പിന്നെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ പോലും ഈ ഇൻസിഡൻസും പിന്നെ ബാക്കി രാജ്യത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് എഴുതി വെക്കാൻ പറ്റും. ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ നമുക്ക് എഴുതാം, ഇപ്പം ടൊബാക്കോ യൂസ് ചെയ്തു, നമുക്ക് ആ ടൈമിൽ വേണമെങ്കിൽ ഒപ്പിയം വോഴ്സിനെ പറ്റി എഴുതാം, ചൈനയും ബ്രിട്ടനുമായിട്ട് നടന്ന ഒപ്പിയം വോഴ്സിനെ പറ്റി എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഈവൻ ഇപ്പം എസ് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.